പള്ളുരുത്തി ശ്രീ മാറമ്പള്ളി ശ്രീ പരാശക്തി ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപത്തിൽ ഭക്തരുടെ വൻ തിരക്ക്. ക്ഷേത്രമുറ്റത്തെ പന്തലിലും ഊട്ടുപുരയിലുമായാണ് ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള തൃക്കൊടിയേറ്റ് ദിവസം അന്നദാനം നടത്തിയത്. പള്ളുരുത്തി ശ്രീ മാരമ്പള്ളി ശ്രീ പരാശക്തി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള തൃക്കൊടിയേറ്റ് ദിവസമാണ് അന്നദാനം നടത്തിയത്. വി.കെ. പ്രകാശൻ, റീന രഞ്ജിത്ത്, കമൽ പടന്നയിൽ, അംബുജാക്ഷി പവിത്രൻ, ക്ഷേത്രം പ്രസിഡന്റ് ടി.എസ്. അനിൽകുമാർ എന്നിവർ ചേർന്ന് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. സെക്രട്ടറി എൻ.എൻ. രാജേഷ്, ഖജാൻജി എം.എച്ച്. ഭഗവൽ സിംഗ്, വൈസ് പ്രസിഡന്റ് കെ.ഡി. രജീവൻ, ജോയിന്റ് സെക്രട്ടറി എ.എൽ. ലെനിൻകുമാർ, കൺവീനർ കെ.എസ്. ശ്രീജിത്ത്, ജോയിന്റ് കൺവീനർ കെ.ആർ. രാകേഷ്, മറ്റു ഭരണസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ആനപ്പന്തലാണെങ്കിലും മറ്റു പല കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം നമ്മൾ നന്ദി പറയേണ്ടത് ഇവിടുത്തെ ഒരു കൂട്ടായ്മയോടാണ്, ഇവിടുത്തെ കമ്മിറ്റിയോടാണ്. ക്ഷേത്രമുറ്റത്തെ പന്തലിലും ഊട്ടുപുരയിലുമായി 10,000-ഓളം വരുന്ന ഭക്തർക്കാണ് ഇലയിൽ അന്നദാനം ഒരുക്കിയത്. 1200-ാം ആണ്ടത്തെ ഉത്സവ പരിപാടികൾ ഫെബ്രുവരി 2 വരെ നീണ്ടു നിൽക്കും. ഏതാണ്ട് 10,000 പേർക്കുള്ള അന്നദാനമാണ് ഒരുക്കിയിരിക്കുന്നത്. കൊച്ചിയിലെ അന്നദാനം ആദ്യമായി ആരംഭിച്ച ക്ഷേത്രം മാരമ്പള്ളി ക്ഷേത്രമാണ്. ശ്രീ മാതാ അന്നദാനം വഴിയാണ് അന്നദാനത്തിന് തുടക്കം കുറിച്ചത്. 6 ദിവസങ്ങളായിട്ടാണ് ഉത്സവം നടക്കുന്നത്. 6-ാം ദിവസം ദേവിയുടെ പിറന്നാൾ ഉത്രട്ടാതി നക്ഷത്രത്തിൽ കൊണ്ടാടുന്നു. അന്നേ ദിവസം രാവിലെ ദേവിക്ക് വിശേഷാൽ പുഷ്പാഭിഷേകവും കാഴ്ചശീലയും ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് വൈകിട്ട് പകൽപ്പൂരത്തിന് ശേഷം രാത്രി 10 മണിക്ക് അടിയാവ് ക്ഷേത്രക്കുളത്തിൽ ആറാട്ടോടുകൂടി ഉത്സവപരിപാടി സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.